ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 64 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒന്നുകൂടെ പറയുന്നു. 1 ശമൂവേൽ 17 മുതൽ 20 വരെയും ലൂക്കോസ് 20 അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബൈബിളിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു സംഗീതോപകരണം പാഠഭാഗത്തുണ്ട്, ഏതാണത് എന്നുള്ളതായിരുന്നു. ഉത്തരം തമ്പുരു എന്നുള്ളതാണ്. 1 ശമൂവേൽ 18:6, ദാനിയേൽ 3:5, 7, 10, 15 ഈ വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സൈന്യ താവളം അല്ലെങ്കിൽ പടവീട് എന്നർത്ഥം വരുന്ന ഒരു പദം പാഠഭാഗത്തുണ്ട്. ഈ പദത്തിനകത്ത് ഒരു ശരീര അവയവവും കാണാം, ഏതാണ് പദം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കൈനില എന്നുള്ളതാണ്. 1 ശമൂവേൽ 17:20 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ അവയവം എന്നുള്ളത് കൈയാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: നീതിമാന്മാർ എന്ന് അഭിനയിക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു. ഉത്തരം ഒറ്റുകാർ എന്നുള്ളതാണ്. ലൂക്കോസ് 20:20 ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം: ഭിത്തിയിൽ തറച്ചത് എന്ത്? ഉത്തരം കുന്തം. 1 ശമൂവേൽ 19:10 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ശൗൽ ഏത് സ്ഥലത്ത് ചെല്ലുന്നത് വരെ പ്രവചനം പറഞ്ഞു എന്നുള്ളതാണ്. രാമയിലെ നയോത്തിൽ എത്തും വരെ എന്നുള്ളതാണ് ഉത്തരം. 1 ശമൂവേൽ 19:23 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. കറക്റ്റ് ആയിട്ട് ഉത്തരം വായിച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങളും അതുപോലെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോർഷൻ പറയുന്നു: 1 ശമൂവേൽ 21 മുതൽ 24 വരെയും ലൂക്കോസ് 21 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.